ഹായ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഒരു ലോങ് ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഡെസ്കും അതേപോലെ റൂമും ഒന്ന് ക്ലീനൊക്കെ ചെയ്ത് വെക്കാൻ വിചാരിച്ചു. പിന്നെ ഇപ്പോൾ കൂടുതലും ജേണലൊക്കെ ചെയ്യുന്നുണ്ട്, നല്ലോണം വേസ്റ്റ് പേപ്പർ ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് ജേണലിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഈ ഒരു ബോക്സ് തന്നെ ഫസ്റ്റ് ക്ലീൻ ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൽ കുറേ ബില്ലും പിന്നെ ഇതേപോലത്തെ വാൾ പോസ്റ്റേഴ്സും ഒക്കെയാണ് ഉള്ളത്. പിന്നെ കഴിഞ്ഞ ദിവസം ഡൈക്കറ്റ് സ്മാർട്ട് പോയപ്പോൾ മേടിച്ചിട്ടുള്ളായിരുന്നു ഈ 2 സ്റ്റിക്കി നോട്ടിൻ്റെത്. അപ്പോൾ അത് ഞാൻ ഡെസ്കിൻ്റെ മേലുള്ള ജനറൽ സപ്ലൈസിൻ്റെ ബോക്സിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. കാരണം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്നത് ഈ ഡെസ്കിൻ്റെ മേലുള്ള ഈ ഒരു ബോക്സ് എന്നായിരിക്കും. അപ്പോൾ അത് വേഗം എടുക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ മേലെ വെച്ചത്. പിന്നെ ഇപ്പോഴും ഞാൻ ഇപ്പം ചെയ്യുന്നതാണ് ടു ഡു പ്രിപ്പയർ ചെയ്യാന്നുള്ളത്. അപ്പം അതും പ്രിപ്പയർ ചെയ്തു. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഓഗസ്റ്റ് മാസം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് ഞാൻ ഇപ്പം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇതിപ്പോൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഓഗസ്റ്റിലേക്ക് വേണ്ടിയിട്ടും കുറച്ച് ഇമ്പോർട്ടൻറ്റ് ഡേറ്റ്സൊക്കെ ഞാൻ അങ്ങനെ കലണ്ടറിൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ പുതിയൊരു മന്തിലേക്ക് വേണ്ടിയിട്ട് ഒരു പ്ലാനറും കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഇപ്പോഴും ഒരു 3 മണിക്കൊക്കെ ശേഷമാണ് എൻ്റെ റൂം ഇതേപോലെ ഉണ്ടാവുക. കാരണം ഈ ടൈമിനാണ് എൻ്റെ റൂമിലേക്ക് നല്ലോണം സൺലൈറ്റ് വരിക. അപ്പോഴാണ് വീഡിയോ എടുക്കുമ്പോഴാണെങ്കിലും അത്യാവശ്യം നല്ല രസമായിട്ട് കിട്ടുക. അപ്പോൾ ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മേടിച്ചിട്ടുണ്ടായിരുന്നൊരു ഷെൽഫാണ് വാളിൽ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 പീസ് വരുന്നൊരു ഷെൽഫായിരുന്നു ഇത്. അപ്പോൾ അതൊന്ന് ഹാങ് ചെയ്ത് കൊടുത്തു. പിന്നെ ഈ ഒരു വാളിൽ ഞാൻ വാൾ പോസ്റ്ററും കൂടെ ഒട്ടിച്ച് കൊടുക്കണം വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അത് സെറ്റ് ചെയ്തിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കാണാൻ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഒരു പ്ലാനർ സെറ്റ് ചെയ്യണമെന്ന്. അപ്പോൾ ഞാൻ ഈ ഒരു ജേണലിലാണ് ആ പ്ലാനർ സെറ്റ് ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ പ്ലാനർ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ കഴിഞ്ഞതിൽ ബിങ്കോ പോലെയൊക്കെ ചെയ്ത പോലെ ഒരു കറൻറ്റ് ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ട് ഒരു പേജിൽ അങ്ങനെ കൊടുക്കാനും പിന്നെ നെക്സ്റ്റ് പേജിൽ ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെയിലി നടന്ന കാര്യങ്ങളും ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പം ഈ മോഡലൊക്കെ ഞാനായിട്ട് കണ്ടുപിടിച്ചൊന്നല്ല, അപ്പോൾ പിൻട്രസ്റ്റിൽ നിന്ന് ഓരോന്ന് എടുത്തതാണ് ഇതൊക്കെ. അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു സ്റ്റാർ പോലെ വരച്ചു. എന്നിട്ട് അതിൻ്റെ 6 കോർണറിലും ഇപ്പോൾ കറൻറ്റായിട്ട് എനിക്കുള്ള ഒബ്സർവേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള 6 പോയിന്റ്സാണ് ആഡ് ചെയ്ത് കൊടുത്തത്. പിന്നെ നെക്സ്റ്റ് പേജിൽ ഇതേപോലെ ഓരോ ഡേയിൽ നടക്കുന്ന സ്പെഷ്യലായിട്ടുള്ള കാര്യങ്ങൾ എഴുതി കൊടുക്കാനും. ശരിക്കും ഈ ഒരു വീഡിയോ എടുത്തപ്പോൾ ഞാൻ ഈ ഡേ മൊത്തമുള്ള കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് അങ്ങനെയായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ എൻ്റെ ഈ ഒരു ഡേ ഇത്രയൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ജേണലിൽ കഴിഞ്ഞിട്ട് എനിക്ക് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇൻക്ലൂഡ് ചെയ്യാനില്ലായിരുന്നു. അപ്പോൾ ഇത് പറഞ്ഞാൽ ഒരു ചെറിയ മിനി ഡേ ഇൻ മൈ ലൈഫ് പോലെയാണ്. അപ്പോൾ ജേണലിങ്ങിൻ്റെ ഔട്ട്ലുക്ക് ഇങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ്.